ഇതെനിക്ക് അറിയാറുണ്ട്, അതുകൊണ്ടാണ് പ്രമോഷൻ അധികം ഒന്നും പറയാഞ്ഞത്. ഹിന്ദിക്കാരായിട്ട് അഭിനയിച്ച കുട്ടിയാണ്, പക്ഷെ ഞാൻ മലയാളിയാണ്, എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ആക്ച്വലി ഒരു ഫൺ പടമാണ്. എൻ്റെ പേര് മായ. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് എ വെരി ഫൺ റൈഡ്. സ്പെഷ്യലി കുറച്ച് ഇരിക്കാനുണ്ട്. ഇപ്പോൾ അജി ചേട്ടൻ്റെയും പിഷാരി ചേട്ടൻ കോംബോ ആയാലും, അതുപോലെ തന്നെ ജീവയുടെയും ദിവ്യയുടെയും കോംബോ ആയാലും അടിപൊളി. പിന്നെ ധ്യാനെ പറ്റി പറയണ്ടല്ലോ. സോ എല്ലാവരും കാണും. സ്ക്രീനിൽ കാണുമ്പോൾ കറക്റ്റ് ഹിന്ദിക്കാരെ പോലെ തോന്നിയത് ആണല്ലേ? അതാണ്. ബട്ട് ഞാൻ മലയാളിയാണ്. പക്ഷേ എന്താണ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് കാരണം ആളെ കണ്ടപ്പോൾ മനസ്സിലായില്ല, പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാനിതിൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഒരു വേഷം ചെയ്തിരിക്കണേ. അജു ചേട്ടൻ്റെയും ഷാ ചേട്ടൻ്റെയും കൂടെ. പേര് വിചിത. ഈ പറഞ്ഞ പോലെ ഒരു ഫൺ റൈഡാണ്. ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ ഒരു ലൈഫിൻ്റെ ചെറിയൊരു സ്ലൈസാണ്. അങ്ങനെ എല്ലാവരും സിനിമ കാണും. താങ്ക് യു. കുഴപ്പമില്ലല്ലേ? ഇപ്പൊ കുറച്ച് രസമുണ്ട്. ഇതെനിക്ക് അറിയാറുണ്ട്, അതുകൊണ്ടാണ് പ്രമോഷൻ അധികം ഒന്നും പറയാഞ്ഞത്. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ബംഗാളി പോലീസുകാരി എല്ലാം കണ്ടോ? അപ്പം എല്ലാവരോടും പറയണം, അന്ന് കാണാൻ പറയണം. ചെറിയ നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞു സിനിമയല്ലേ, എന്നാണൊന്നും പറയാത്ത. കാസ്റ്റിംഗ് ധ്യാൻ ചേട്ടൻ്റെ ഐഡിയ ആണ്. അതെ അതെ ബേബി, പറ ബേബി. ഇറങ്ങട്ടെ. അപ്പൊ കാണണം കേട്ടോ. മാക്സിമം ഇത് കാണുന്ന എല്ലാവരും പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന് ആപ് കേസ് എന്ന് പറഞ്ഞ കുഞ്ഞു സിനിമ കാണുക. ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെ നന്നായിട്ട് ഒത്തിട്ടുണ്ട്. ശേഷം അല്ല, ഫീമെയിൽ ലീഡ് ചെയ്ത വീണയെ കാണുന്നില്ലല്ലോ. ശരിക്കുള്ള നായിക വന്നപ്പോ വീണ വിട്ടെ. കുറച്ച് മക്കളെ പുറത്തോട്ടിറങ്ങണം, പുറത്തോട്ടിറങ്ങി സംസാരിക്കാം. ധ്യാൻ ചേട്ടനോട് ചേട്ടൻ പോലും ജിയോ ചേട്ടൻ അഭിനയിക്കേണ്ടി വന്നില്ല. ജീവിക്കായിരുന്നു കഥാപാത്രം